മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്, മാസങ്ങളായിട്ട് ഭാരതത്തില് ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലിരിക്കുന്നവരെ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളെ, ബിജെപിയെ, ആർഎസ്എസിനെ, ചില നേതാക്കന്മാര് പ്രതിപക്ഷത്തുള്ളവരോ അല്ലെങ്കിൽ ഭരണപക്ഷത്ത് തന്നെ ഉള്ളവരോ വിമർശിക്കുന്നതല്ലാതെ ഹൈന്ദവ ജനതയെയും ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ ആചാര വിചാര വിശ്വാസ സങ്കല്പങ്ങളെയും അടച്ച് ആക്ഷേപിക്കുന്നതായിട്ട് കേൾക്കാറുമില്ല, പത്രമാധ്യമങ്ങളിൽ വലുതായിട്ട് കാണാറുമില്ല. ഏതോ ഒരു തിരിച്ചറിവ് എവിടെയോ വന്നതുപോലെ അനുഭവപ്പെടുന്നു. പണ്ട് വോട്ട് ബാങ്കിന്റെ പേരില് ന്യൂനപക്ഷങ്ങളെ ഒന്നും പറയാത്തതുപോലെ വോട്ട് ബാങ്ക് ഇല്ല എങ്കിൽ പോലും യഥാർത്ഥത്തില് ഹിന്ദു എന്ന ആ സാംസ്കാരിക മതത്തെയോ ജീവിതശൈലിയെയോ ധർമ്മത്തെയോ എതിർക്കുന്ന, വേണ്ടതിനും വേണ്ടാത്തതിനും എതിർക്കുന്ന യുക്തിവാദികളും പുരോഗമനവാദികളും ഇടതുപക്ഷക്കാരും ഇന്ന് ഹൈന്ദവ ജനതയെ എതിർക്കുന്ന പരിപാടികള് സവർണാധിപത്യം, വേദത്തിനെതിരെ, രാമായണത്തിനെതിരെ, അല്ലെങ്കിൽ ക്ഷേത്രാചാരങ്ങൾക്കെതിരെ, അനുഷ്ഠാനങ്ങൾക്കെതിരെ, ക്ഷേത്രത്തിലുള്ള വിശ്വാസങ്ങൾക്കെതിരെ എല്ലാം എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന രീതി യുക്തിവാദികളിൽ നിന്ന് പോലും മിക്കവാറും മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ഹിന്ദുധർമ്മത്തെക്കുറിച്ചുള്ള അറിവ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടുന്നത് കൊണ്ടായിരിക്കാം. ഏതായാലും മാതൃഭൂമി ഡിസംബർ 9 പത്രത്തില് 13ാമത്തെ പേജില് വളരെ നല്ല ഒരു വാർത്ത. ഇന്ത്യൻ മതേതരവാദികൾ എതിർക്കുന്നത് ഹിന്ദു മൗലികവാദികളെ മാത്രം. തസ്ലിമ നസ്രീൻ നല്ല രസകരമായി ചിരിച്ചുകൊണ്ടുള്ള ഒരു ഫോട്ടോ ആണ് അവരുടെ കൊടുത്തിരിക്കുന്നത്. വാർത്തയിലാണ് തിരുവനന്തപുരത്തെ ഇന്ത്യൻ മതേതരവാദികൾ ഹിന്ദു മതമൗലികവാദികളെ മാത്രമാണ് എതിർക്കുന്നതെന്ന് ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്രീൻ. അവർ ഇസ്ലാമിക മതമൗലികവാദികളെ എതിർക്കുന്നില്ല. സമാധാനകാംക്ഷികളായവരുടെ കൂട്ടായ്മ മതമൗലികവാദികളെ എതിർക്കുന്നില്ല. സമാധാനകാംക്ഷികളായവരുടെ കൂട്ടായ്മ മതമൗലികവാദികളെ എതിർക്കണം. തന്റെ ആത്മകഥയുടെ പ്രകാശനത്തിനായി തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു അവര്. ബംഗ്ലാദേശിൽ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ചതിനാലാണ് ഇസ്ലാമിക മൗലികവാദികൾ തനിക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചത്. എന്നെ തൂക്കിലേറ്റണമെന്ന് ആവശ്യപ്പെട്ട് ജനം തെരുവിലിറങ്ങി. സ്ത്രീകൾ അടിച്ചമർത്തൽ അനുഭവിക്കുന്നതിനാലാണ് ഞാൻ ഇസ്ലാമിനെ എതിർത്തത്. ഇതിനെതിരെ അവിടുത്തെ സർക്കാർ എനിക്കെതിരെ കേസെടുക്കുകയായിരുന്നു. യൂറോപ്പിലേക്ക് പോയപ്പോൾ അവിടെ ഞാൻ പുറം നാട്ടുകാരിയായിരുന്നു. ഇന്ത്യ ഒരു സുരക്ഷിത ഭവനമാണെന്ന് കരുതുന്നുമില്ല, തസ്ലീമ പറഞ്ഞു. പശ്ചിമ ബംഗാൾ സർക്കാർ എന്നെ പുറത്താക്കാനാണ് ശ്രമിച്ചത്. 2008 UPA സർക്കാർ രാജ്യം വിടാൻ പറഞ്ഞു. പിന്നീട് വീണ്ടും ഇവിടെ തന്നെ വന്നു. 23 വർഷമായി ഞാൻ നാടുകടത്തപ്പെട്ടവളാണ്. എന്നെ സ്നേഹിക്കുന്നവരും എന്റെ ആശയങ്ങൾ അംഗീകരിക്കുന്നവരും മതേതരവാദികളുമൊക്കെയാണ് എന്റെ രാജ്യക്കാരെന്ന് തസ്ലീമ പറഞ്ഞു. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാമെന്ന് തസ്ലീം അഭിപ്രായപ്പെട്ടു. മുത്തലാഖ് സംബന്ധിച്ച അലഹാബാദ് ഹൈക്കോടതി വിധി സ്വാഗതാർഹമാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനും മറ്റുമായി ഏകീകൃത സിവിൽ കോഡ് ആവശ്യമാണ്. അതുപോലെ ക്ഷേത്രങ്ങളിൽ
സ്ത്രീകൾക്ക് മാത്രമായി വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തുന്നതിനോട് യോജിക്കാനാവില്ലെന്നും തസ്ലീമ വ്യക്തമാക്കി. ഇത് പോയിന്റ് ബൈ പോയിന്റ് മാതൃഭൂമി കൊടുത്ത വാർത്ത. ഏതായാലും ഒരു വിദേശ വനിത 23 വർഷമായിട്ട് ഇവിടെ താമസിച്ച് ഇവിടുത്തെ ചില ഗവൺമെന്റുകളെ വിമർശിക്കുകയും അവരെ ഇവിടെ നിന്ന് നാട് കടത്തണമെന്നും ഇവിടുത്തെ അമ്പലങ്ങളുടെ കാര്യവും ഇവിടുത്തെ സ്ത്രീകളുടെ കാര്യവും ഇവിടുത്തെ മുസ്ലിങ്ങളുടെ കാര്യവും ഇവിടുത്തെ ഹിന്ദുക്കളുടെ കാര്യവും ഇവിടുത്തെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വ്യക്തികളുടെ കാര്യവും എല്ലാം പറയുകയും അത് തുറന്ന് അവനവന്റെ രാജ്യത്തിൽ പറയുന്നതിനേക്കാളൊക്കെ സ്വാതന്ത്ര്യത്തോടുകൂടി പറയുകയും യൂറോപ്പിൽ പോലും തനിക്ക് വിദേശ വനിതയുടെ സ്ഥാനവും കഴിയുന്നതും വേഗം അവിടെ നിന്ന് പോകണമെന്നുള്ള രീതിയിലുള്ള അനുഭവങ്ങളുമാണ് ഉണ്ടായത് എന്ന് പറയുമ്പോഴും ആ യൂറോപ്പിലുള്ള ജനങ്ങളുടെ മതം ഏതാണ്, അതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ളവരുടെ മതം ഏതാണ്, ഇതിൽ നിന്ന് ഭാരതത്തിൽ എന്ത് ഭിന്നമാണുള്ളത്, വ്യത്യാസമാണുള്ളത്, ആ ഭാരതത്തിൽ ഇവരാരെക്കുറിച്ചാ പറഞ്ഞത്, അമ്പലത്തിലേക്ക് പോകുമ്പോഴും ശബരിമലയിലേക്ക് പോകുമ്പോഴും അതുപോലെ തന്നെ ഏക സിവിൽ കോഡിനെ കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഈ നാടിന്റെ ഏത് ഗ്രൂപ്പിലുള്ള വ്യക്തികളെയാണ് പ്രത്യേകിച്ച് പറഞ്ഞത് എന്ന് കൂടി നോക്കുക. ഹൈന്ദവ ജനതയുടെ കാര്യങ്ങൾ പറയാൻ കൂടിയുള്ള സ്വാതന്ത്ര്യം ഒരു പ്രോബ്ലവും ഇല്ലാതെ അവർക്ക് അനുഭവിക്കാൻ ഇവിടെ സാധിച്ചു. തുറന്ന് അവനവന്റെ ജീവചരിത്രം പ്രകാശനം ചെയ്യാൻ തിരുവനന്തപുരം തന്നെ ഏറ്റെടുത്തു. അവിടെ അവർ തുറന്നു പറയുകയും ചെയ്തു. ഇവിടുത്തെ മതേതരവാദികള് ഹിന്ദു മതമൗലികവാദികളെ മാത്രമാണ് എതിർക്കുന്നത്. ആരാണോ ഒരുപക്ഷെ ഇവർക്ക് സ്വീകരണം നൽകാൻ മുമ്പിൽ നിന്നത്, ആരാണോ ഇതെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്യാൻ സാധ്യതയുള്ളത്, അതിലെ തന്നെ ഒരു വിഭാഗം ജനതയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് അവര് ഇതുമാതിരിയുള്ളത് പറഞ്ഞത്. ഞാൻ രണ്ട് കാര്യം പറഞ്ഞതിൽ ആദ്യം ഞാൻ പറഞ്ഞത്, ഇന്ന് ഹൈന്ദവ ജനതയെ പച്ചയ്ക്ക് അവഹേളിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു വരുന്നു. മിക്കവാറും യുക്തിവാദികളും പുരോഗമനവാദികളും പുരോഗമന കലാസാഹിത്യ വേദിയിലുള്ളവരും അല്ലെങ്കിൽ മന്ത്രിമാരും MLA-മാരും ഒക്കെ ഹൈന്ദവ ജനതയെ പച്ചയ്ക്ക് എടുത്തു പറഞ്ഞ് അവഹേളിച്ചാല് അല്ലെങ്കിൽ എതിർത്താല്, ആചാരങ്ങളെയോ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസങ്ങളെയോ വിചാരങ്ങളെയോ ഒക്കെ എതിർത്താല് അതിന്റെ പരിണതഫലം വ്യത്യസ്തമായിട്ട് ഉണ്ടാകുമെന്ന് അറിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു വോട്ട് ബാങ്കുള്ള മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറയാതെയും വോട്ട് ബാങ്കുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ ഒന്നും പറയാതെയും ഇരിക്കുന്നവര് നിരന്തരം ഹിന്ദുക്കൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പൊ വേണ്ടെന്ന് വെക്കാൻ ഒരു പക്ഷേ കാരണമായത്, ഒരു പക്ഷേ കാര്യമായിട്ട് വല്ലതും പറഞ്ഞാല് അടുത്ത പ്രാവശ്യം അസംബ്ലിയിലേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ പോകണമെങ്കിൽ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് വേണം സന്ദർശക ഗാലറിയിൽ ഇരിക്കേണ്ടി വരിക എന്ന് ശ്രീ AK ആന്റണി BJP-കാരോട് പറഞ്ഞതുപോലെ ചിലപ്പോൾ ജനങ്ങൾ ഇവരോടെല്ലാം പറയുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇപ്പൊ കാര്യമായിട്ടൊന്നും പറയാത്തത്. ഏതായാലും ഈ മാറ്റം ആര് തെറ്റ് ചെയ്താലും തെറ്റ് തന്നെയാണ്. ഏതിൽ കുറവുണ്ടെങ്കിലും കുറവ് തന്നെയാണ്. ഏതിൽ പ്രശ്നമുണ്ടെങ്കിലും പ്രശ്നങ്ങൾ തന്നെയാണ്. ഏതിൽ നന്മകൾ ഉണ്ടെങ്കിലും നന്മകൾ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുമ്പോഴാണ് നന്മകൾ എവിടെ നിന്നുള്ളതായാലും നിലനിർത്താനും തിന്മകൾ എവിടെ നിന്നുള്ളതായാലും നിരാകരിക്കാനും എതിർക്കേണ്ടത് ഏത് ഭാഗത്തു നിന്ന് വന്നാലും എതിർക്കാനും തിരസ്കരിക്കേണ്ടത് ഏത് ഭാഗത്തു നിന്ന്, അകത്തുനിന്നായാലും പുറത്തു നിന്നായാലും തിരസ്കരിക്കേണ്ടത് തിരസ്കരിക്കാനും എല്ലാം സാധിക്കേണ്ടത് ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും അനുസരിച്ച് ജീവിക്കുന്ന, ആത്മീയതയെയും മതത്തെയും വേർതിരിച്ച് കാണാൻ സാധിക്കുന്ന ഒരു സമൂഹത്തിന് തീർച്ചയായിട്ടും തിന്മകളായി കാണുകയും അത് ഏത് ഭാഗത്ത് നിന്നുണ്ടായാലും അതിനെ എതിർക്കുകയും അത് അവനവന്റെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മിണ്ടാതിരിക്കുകയും അല്ലെങ്കിൽ അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടും എന്ന അടിസ്ഥാനത്തിൽ ഉറക്കെ വിമർശിക്കുകയും ചിലരുടെ കാര്യത്തില് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്നും പറയാതിരിക്കുകയും ചെയ്യുന്നതിനെതിരെ തസ്ലീമ നസ്രീൻ പറഞ്ഞത് വളരെയേറെ ശ്രദ്ധിക്കുന്നു. ഒരു വിദേശ വനിത ഇവിടെ വന്ന് 2.25 അല്ലെങ്കിൽ 2.5 ദശാബ്ദം ഇരുന്ന് ആ നാട് തന്നെ തനിക്ക് സേഫാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞ് അവരുടെ ഓട്ടോബയോഗ്രഫി ഇവിടെ പ്രകാശനം ചെയ്യാൻ തിരഞ്ഞെടുക്കുകയും
എല്ലാം ചെയ്തതിൻ്റെ കൂട്ടത്തിൽ എന്തെല്ലാമോ സന്തോഷവും എന്തെല്ലാമോ തരത്തിലുള്ള വികാരങ്ങളും എല്ലാം തോന്നിയത് ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലും സമർപ്പിച്ചു. പക്ഷേ ഇവർ പറഞ്ഞ ആ വരി ഇവിടത്തെ ഹിന്ദു മതമൗലികവാദികൾ ഏത് ഭാഗത്തു നിന്നുണ്ടായാലും അതിന്റെ അർത്ഥം അറിഞ്ഞ, മതമൗലികം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള അർത്ഥം പോലും അറിയാതെയാണ് ഇപ്പൊ പ്രതികരിക്കുന്നത്. ഹൈന്ദവ ജനതയുടെ മതമൗലികവാദം എന്ന് പറയുന്നത് വേദത്തിലും ഉപനിഷത്തിലും ഉള്ളതാണ്. കാരണം അതാണ് മൗലികം. മൗലികം എന്ന് പറഞ്ഞാൽ മൂലാധാരം, ഇതിന്റെ റൂട്ട് എന്നാണ് മൗലികം എന്ന വാക്കിന്റെ അർത്ഥം. അത് സഹനാവവതു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ സംഗച്ഛദ്വം സംവദദ്വം സംവോമനാസി ജാനതാ ദേവാ ഭാഗമിതാ പൂർവി സഞ്ജാനാനാവ. എല്ലാ നന്മകളും എവിടെയെല്ലാം ഉണ്ടോ ഒരുമിച്ച് നമുക്ക് അനുഭവിക്കാൻ പറഞ്ഞൊരു രാഷ്ട്രമാണ് ഭാരതം. ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാതെ, ഹൈന്ദവാഹ സമസ്ത സുഖിനോ ഭവന്തു എന്നും പറയാതെ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രം പറഞ്ഞ ഭാരതത്തിന്റെ മതമൗലികവാദം, മതത്തിന്റെ ധർമ്മത്തിന്റെ റൂട്ട് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ പലപ്പോഴും ഹിന്ദു മതമൗലികവാദികൾ എന്ന വാക്കുപയോഗിക്കുന്നവരും അങ്ങനെ ഒന്നുണ്ടെന്ന് ധരിക്കുന്നവരും ധരിപ്പിക്കുന്നവരും എല്ലാവരും ചെയ്യുന്ന തെറ്റിന് എതിരെ ഏത് മതത്തിലുള്ളവരായാലും തിന്മകളാണെങ്കിൽ തിരസ്കരിക്കേണ്ടതും നന്മകളാണെങ്കിൽ എടുക്കേണ്ടതുമാണെന്ന് ഒരു ചിന്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ വേളയിലാണ് തസ്ലീമ നസ്രീൻ പറഞ്ഞത്. അത് വൈരുദ്ധ്യമാണോ അല്ല നന്മയാണോ അതും എനിക്കറിഞ്ഞൂടാ. ഏതായാലും അങ്ങനെയുള്ള ചിന്തകൾ പുറത്തു നിന്നുള്ളവരിൽ നിന്നും അകത്തു നിന്നുള്ളവരിൽ നിന്നും തിന്മകൾക്കെതിരെ പ്രതികരിക്കാനുള്ള നന്മകൾ ഉണ്ടാവുന്നത് നല്ലതാണ്. പ്രണാമം, നമസ്കാരം.